ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് പഴന്തോട്ടം. ഇപ്പൊ അറിയാത്തവർക്കാണെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്ക് ഫേസ് 2 ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് പള്ളിക്കര ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ 4 കിലോമീറ്ററും കിഴക്കമ്പലം ഭാഗത്തേക്ക് പോകണമെങ്കിലും സെയിം 4 കിലോമീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി പഴന്തോട്ടം എവിടെയാണെന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വീട് വില്ല പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഇതിനകത്ത് എല്ലാ വില്ലകളിലും തന്നെ ആളുകൾ താമസമായതാണ്. അതിനകത്ത് ഒരു വില്ല കൂടിയാണ് ഇനി സെയിലിനായിട്ട് ഉള്ളത്. അപ്പൊ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നിങ്ങൾക്ക് ഇപ്പം കാണാം, നിറയെ വില്ലകളാണ് ഈ ഭാഗത്ത് കാണുന്നതെല്ലാം തന്നെ. ഇവിടെ നമുക്ക് തൊട്ടടുത്തായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് പോവുകയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന +2 വരെ പഠിക്കാവുന്ന സ്കൂളുകൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഹോസ്പിറ്റലുകൾ അടുത്തുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെ കിട്ടുന്ന നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തിന്റെ പേര് ഒന്നും കൂടെ പറയുകയാണ്, എറണാകുളം ജില്ലയിൽ പഴന്തോട്ടം എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ലകളിലേക്കുള്ള വഴി നോക്കിയാൽ കാണാം, ആ ടാർ റോഡ് തന്നെയാണ്. അവിടെ കുറച്ച് വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് റോഡ് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പം ഒന്ന് ഫീഡായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് അവർ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന് മുന്നിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ്. ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ്. നിറയെ വില്ലകളാണ് ഇവിടേക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് 4.2 സെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂമിന്റെ വീടാണ്. പ്രൈസും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. നമുക്ക് ഇതിന്റെ മതിൽ നോക്കുവാണെങ്കിൽ കാണാം, ഭംഗിയായിട്ടൊരു വൈറ്റ് കളർ പെയിന്റിൽ GA പൈപ്പ് കൊണ്ടുള്ള കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് ചെറിയൊരു ലേസർ കട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. അത് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് വെച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നമ്മൾ അധികം ഒന്നും കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള എലിവേഷൻ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. 2-3 തട്ടുകളായിട്ട് ചെയ്തിരിക്കുന്ന പോലത്തെ ഫീൽ ചെയ്യുന്ന വീടാണ്. നമ്മൾ അധികം കാണാറില്ല, പക്ഷെ നല്ല അട്രാക്റ്റീവ് ആയ ഡിസൈനുകളോടുകൂടി തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. പ്യൂർലി വൈറ്റ് കളറാണ്. ഒരു പില്ലറിന് മാത്രമാണ് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്നത്. നിറയെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്നിട്ട് നേരെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കാർ പോർച്ച് ഏരിയയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പോർച്ച് എന്ന് പറയുന്നത് കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിനകത്ത് നമുക്ക് ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഒരു ചെറിയ വിഭാഗത്തിൽ പെടുന്ന കാറൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്ന ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. വീടിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പകുതി ഭാഗത്തോളം തന്നെ നമുക്ക് ഇവിടെ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ഗ്രാസിന്റെ വർക്കുകളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ബാക്ക് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നടന്നു പോകുന്ന ഏരിയയിലൂടെ നമുക്ക് 2 പേർക്ക് ഒന്നിച്ച് കടന്നു പോകാവുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബാക്ക് സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കിണർ കാണാം. അപ്പൊ വെള്ളത്തിനുള്ള മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. ഇനിയിപ്പോ KW വേണ്ടവർക്കാണെങ്കിൽ നമ്മുടെ മുന്നിലൂടെ കണക്ഷൻ പോയിട്ടുണ്ട്. നമുക്കത് അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവർ കിണർ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ അന്വേഷിക്കാത്തവരാണ്. കാരണം നല്ല റെഡ് സോയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെള്ളമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് കറങ്ങി റൈറ്റ് സൈഡിലൂടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെറിയ വിഭാഗത്തിൽപ്പെട്ട കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പില്ലറൊക്കെ വന്നത് ടെക്സ്ചർ വർക്കിലുമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു 4 ചെയറുകൾ വരെ ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലും കാർപോർച്ചിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാ സൈഡുകളിലും നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫൊക്കെ ഭംഗിയാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പൊ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കിയാലും അവിടെയും ചെറിയ ഡിസൈനുകളും ചെറിയ LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ മെയിൻ ഡോർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ നമ്മുടെ വുഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി വരുന്ന വുഡിന്റെ വർക്കുകളും, ഫ്രണ്ടിലെ ഡോർ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെ വിൻഡോസ് മെജോറിറ്റി വരുന്ന വർക്കുകളും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്, തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ ബാക്കി വരുന്ന കുറച്ച് അകത്തുള്ള ഡോറുകളൊക്കെയാണ് മഹാഗണിയിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ 2 പീസിലാണ്. ഇതിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ മെയിൻ ഡോർ വെച്ചിരിക്കുന്നത്.
വീടിന്റെ അകത്ത് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4200 സെന്റിലാണ്. 4.2 സെന്റില് 2000 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും 200 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്നു നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്യൂരിറ്റി ഉള്ള വൈറ്റ് കളറാണ്. അതിലിങ്ങനെ നമ്മൾ പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് കോറി ഇട്ടിരിക്കുന്നത് പോലെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ടൈല് പൊട്ടിയതാണോ എന്ന് തോന്നും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണിത്. നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെയുമാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിനുള്ള അറേഞ്ചും എല്ലാം ആ ഒരു കോർണർ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ വുഡൻ കളറും വൈറ്റും വരുന്ന രീതിയിലുള്ള മിക്സ് ചെയ്ത കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തോ ഒരു ചെറിയ പവർ ഇഷ്യൂ കാരണം ചില ലൈറ്റുകൾ മാത്രം നമുക്കൊന്ന് ഓൺ ആക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ വീടുകളിലെയും പോലെ തന്നെ നിറയെ ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് നേരെ ഡൈനിങ്ങിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ വളരെ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എൻഡിൽ വരുന്ന ആ പോർഷനിൽ ഒരു വൈറ്റ് കളറിൽ CNC കട്ടിലെ ആ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 8-9 പേരെയോ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഏരിയ തന്നെയാണ് ഡൈനിങ്ങിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ ആ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 3 വിൻഡോസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നേരെ കാണാം ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് തുടങ്ങുന്നത്. സ്റ്റെയർ കേസിന്റെ ഈ ഒരു നമുക്ക് ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലൂടെ പോകുന്ന ഈ ബാറുകളെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിലും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗമാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ആ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിന്റെ ഒരു ഭാഗം അതിന് ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന ഈ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ ഈ വീടും അകത്തും പുറത്തും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറാണ്. വൈറ്റ് കളറിന്റെ കൂടെ നമുക്ക് എന്ത് പെയിന്റ് വേണമെങ്കിലും കോമ്പിനേഷൻ കളറിലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം കുറച്ച് പോർഷൻസിൽ നമുക്ക് അകത്തേക്ക് തള്ളിയിട്ട് ഒരു അകത്തേക്ക് തള്ളിയിട്ടാണ് റൂഫിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം ഓറഞ്ച് കളർ പെയിന്റ് കൊടുത്തിട്ട് ഇടയ്ക്കെല്ലാം ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും താഴെ കബോർഡുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ഉള്ള വർക്കിൽ ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല കർവ് ഷേപ്പിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പീസ് വന്നിട്ട് നല്ല ഗ്രീൻ കളറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 ബെഡ്റൂമുകൾ ഇവിടെ താഴെ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഡോറുകളുടെ ആ ഒരു പാറ്റേണും സ്റ്റൈലും ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 14x10 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസും ഇവിടെ ഒരു 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊക്കെ LED സ്ട്രിപ്പുകളും വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വിത്ത് മിററോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ വുഡൻ കളർ തന്നെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഫുഡ് ലാംപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. രാത്രി ടൈമിലൊക്കെ മെയിൻ ലൈറ്റ് ഓൺ ചെയ്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് എന്നാലും അത്യാവശ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കണം. ഒരു ചെറിയൊരു വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു മിക്സ്ചറാണ് ടൈലുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അതിന് തൊട്ടടുത്ത് ഈ ഭാഗത്തായിട്ടാണ് താഴത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകളും ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. 14x10 ഫീറ്റ് 14-10 ഫീറ്റിലാണ് 2 ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫിൽ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ ഇവിടെ ഫുഡ് ലാംപ്സ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ നേരത്തെ കണ്ട വാർഡ്രോബിന്റെ സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ട് ഡ്രസ്സിംഗ് ടേബിളും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അതിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ആ ഒരു ബാത്റൂമിന്റെ പോലെ തന്നെയാണ് അതിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകളും കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരികയാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഇത് നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത്. കിച്ചൺ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഹാഫ് വുഡിലും ബാക്കി വരുന്ന പോർഷനും ഗ്ലാസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാബിനറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 എണ്ണവും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഏരിയ നോക്കിയാൽ കാണാം, നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടുപോയ ഏരിയയാണ്. വീടിന് ചുറ്റിനും നമ്മൾ നടന്നതാണ്. ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളൊരു ചോയ്സ് അനുസരിച്ചിട്ട് ബിൽഡറുമായിട്ട് സംസാരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് അവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് നമ്മൾ നേരെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതൊരു വലിയ ഹാളാണ്. ഈ ഹാളിന്റെ മുകൾ വശത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിലുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ വർക്കുകളാണ്, പക്ഷെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഹാൻഡിൽസ് ഇവിടെ നിന്ന് ആ എൻഡ് വരെ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ സേഫ് ആയിട്ടാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ഹാളിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മെയിൻ ഡോറുകളെല്ലാം തന്നെ നമുക്ക് ടീക്ക് വുഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ബാൽക്കണിയുടെ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെ എല്ലാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊരു വലിയ ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ എൻഡ് തുടങ്ങി ഈ എൻഡ് വരെ വലിയൊരു സ്പേസിൽ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സൺലൈറ്റ് വേണ്ട ഭാഗത്താണെങ്കിൽ അതും കിട്ടുന്നുണ്ട്. നമുക്കൊരു ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അതും 2 രീതിയിൽ കവർ ചെയ്തിട്ടും കവർ ചെയ്യാതെയും വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ബാൽക്കണിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് കാണാം സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നിറയെ വില്ലകളുണ്ട്, ആളുകൾ താമസിക്കുന്നുണ്ട്, വേറെ വീടുകളുടെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനിലാണ് മാർബിൾ ഹോംസ് ഇന്ന് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും ഒരു ഹാളിലേക്ക് വരികയാണ്. ഇവിടെ 1, 2 ഇങ്ങനെയായിട്ടാണ് 2 ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 എണ്ണം കണ്ടു. 3ാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. താഴെ കണ്ട ബെഡ്റൂമുകളൊക്കെ പോലെ തന്നെ 14:10 സൈസിലാണ് 14:10 സൈസിലാണ് ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും വലിയ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് LED-യുടെ. അതുകൂടാതെ LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈല് വന്നിട്ട് ആ ഒരു സെയിം ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളിലൊക്കെ ഫിറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ എല്ലാം കോമൺ ആയിട്ട് തന്നെ സെയിം ആയിട്ട് തന്നെയാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. അവിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അലമറാസോ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് അകത്തേക്ക് തള്ളിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ടാണ് 4th ബെഡ്റൂം വരുന്നത്. 4th ബെഡ്റൂമിന്റെയും സൈസ് 14:10 ഫീറ്റ് ആണ്. ഇവിടുത്തെ എല്ലാം തന്നെ 14:10 ഫീറ്റിലാണ് ബെഡ്റൂംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല സൈസോട് കൂടിയ ബെഡ്റൂമുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫുട് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ഭംഗിയായിട്ട് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിലും അവിടെയും നമുക്ക് വാർഡ്രോബിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിളും കൂടെ കിട്ടുന്നത്. എല്ലാ റൂമുകളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അവിടുത്തെ ആ ഒരു ടൈലുകളുടെ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിന്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്.
യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലോറിങ്ങിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു ഗ്രേ കളർ ഗ്രിപ്പോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് നമുക്ക് യൂട്ടിലിറ്റിക്ക് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. മുകളിലും സൈഡിലും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അതിന്റെ ലൈനും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴന്തോട്ടമാണ് സ്ഥലത്തിന്റെ പേര്. ഇതിന്റെ ലാൻഡ് വരുന്നത് 4200 ആണ്. 4.2 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2000 ആണ്. 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. പൈപ്പ് വാട്ടർ എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ലഭ്യമാണ്. റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല, വെറും 70 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 70 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനായിട്ട് ലോൺ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് അതും കൂടെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത് റീസെന്റ് ആണ്. നമുക്ക് അതിനകത്ത് ഫോളോവേഴ്സ് കുറവാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.